പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ നമുക്കിന്ന് നമ്മുടെ കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ നമ്മുടെ നിമിഷപ്രിയയുമായിട്ടുള്ള എല്ലാവിധ ചർച്ചകളും ഒരുവിധ എല്ലാ ആളുകളും കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു സംശയം തോന്നുന്നു, നമ്മുടെ ആളൂരിന് പകരം കാന്തപുരം ഉസ്താദ് ആയി മാറിയോ എന്ന്. ഇതൊരു അനാവശ്യ ഇടപെടലായിരുന്നു എന്നാണ് എനിക്ക് ഈ സമയത്ത് തോന്നുന്നത്. കാരണം ഈ നിമിഷപ്രിയ എന്ന കുട്ടി അവിടെ പോയി അവിടെ ഒരു വ്യക്തിയെ കൊല്ലുകയും അതുപോലെ തന്നെ അതിനുശേഷം ഇതിനെ കഷ്ണങ്ങളാക്കി, അതായത് 100 ചില്ലാനം കഷ്ണങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്, വെള്ള ടാങ്കിൽ എന്നിട്ട് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഒരു സാധാരണ ഒരു സ്ത്രീകൾക്ക് കഴിയുന്ന ഒരു സംഭവമല്ല ഈ ചെയ്തിട്ടുള്ളത്. അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ശിക്ഷ കിട്ടിയേ തീരൂ. കാരണം ഇപ്പോൾ അവരെ കൊല്ലണമെന്നൊന്നും എനിക്കും ആഗ്രഹമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വൈകാരികമായി ഇടപെടുന്ന ആളുകളായി മാറിയാൽ തെറ്റുകാർ തെറ്റ് തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഉദാഹരണം നമ്മുടെ നാട്ടിൽ പലതും ഉണ്ട്. ഇവിടെ ഈ കുട്ടിയെ രക്ഷിക്കാൻ ഇറങ്ങിയ കാന്തപുരത്തിന് ഇപ്പോൾ കിട്ടിയതെന്താ? മതിയായ ഇതിൽ കൂടുതൽ വിമർശനങ്ങൾ മാത്രമാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളൂ. കാരണം ചില ആളുകൾ മാത്രം പറഞ്ഞല്ലോ നല്ല കാര്യം എന്ന്. പക്ഷെ അതിൽ കൂടുതൽ അദ്ദേഹത്തിന് വിമർശനം കിട്ടി. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താ? ഒന്ന്, അദ്ദേഹം ഒരു മുസ്ലിമായി എന്നത് തന്നെയാണ്. രണ്ടാമത്, അദ്ദേഹം ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങാൻ പാടില്ലായിരുന്നു. ഈ ഇറങ്ങിയത് കൊണ്ട് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം താറടിച്ച് കാണിക്കുന്ന ഒരു രൂപത്തിലുള്ള കമൻറ്റുകളും സംസാരങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒന്നുകൂടി കൂടുതൽ മുറുകി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കറിയാം, ഇവിടെ ഒട്ടുമിക്ക ആളുകളും പറയുന്ന എന്താ, പൈശാചികമായ അല്ലെങ്കിൽ പ്രാകൃതമായ രീതിയിൽ പോകുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ രാജ്യം തന്നെ വലുത്. അതല്ലാതെ ഇപ്പോൾ യമനോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ പലതുണ്ട്, അതൊന്നും വലുതല്ല. നമുക്ക് നമ്മുടെ രാജ്യം കഴിഞ്ഞിട്ട് മറ്റു രാജ്യങ്ങളുള്ളൂ. പക്ഷെ പ്രാകൃതമായ നിയമം എന്ന് അവിടെ പറയുന്ന ആളുകളോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ഈ അടുത്ത, അതായത് തൊട്ടടുത്ത നമ്മുടെ കൊച്ചു കേരളത്തിലെ പാലക്കാട് എന്ന് പറഞ്ഞ ജില്ലയിൽ നടന്ന എന്താ, ഒരാൾ, ചെന്താമര എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരാളെ കൊന്നു, അയാളെ തന്നെ ജയിലിലിട്ടു. അയാളെ കൊന്നതിൻ്റെ ശിക്ഷ കഴിഞ്ഞിറങ്ങി. രണ്ടാമത് 2 പേരെ കൊന്ന് അയാൾ വീണ്ടും ജയിലിൽ പോയി. അപ്പം നമ്മുടെ ശിക്ഷാവിധി, നമ്മുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായതാണ്, ഒരിക്കലും പ്രാകൃതമല്ല. കാരണം മോട്ടിവേഷനാണ് കിട്ടുന്നത്. ഒരാളെ കൊന്ന് ജയിലിൽ പോയാൽ നീ അടുത്തത് 2 പേരെയും കൂടിയും കൊന്നിട്ട് വായോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് നമ്മുടെ രാജ്യത്ത് കിട്ടുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഒരാളെ കൊല ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ജീവന് അതിയായ വിലയുണ്ടെന്ന് കരുതി ആ കൊല ചെയ്യപ്പെട്ട ആളെ അവിടെ കൊല ചെയ്യപ്പെടുക. അങ്ങനെ കൊല ചെയ്യപ്പെടുമ്പോൾ വീണ്ടും വൈരാഗ്യങ്ങളും, അല്ലെങ്കിൽ ഈ കൊല നടന്ന വ്യക്തിയോട് വീണ്ടും ഒരാൾ കൊല ചെയ്യാൻ പോകാത്ത ഒരു സ്ഥിതിവിശേഷം അവിടെ വരും. അതുകൊണ്ട് എന്താ, അവിടെ കൊലകൾ അസ്തമിച്ച് നിൽക്കപ്പെടും. ആ സ്ഥാനത്ത് ഇവിടെ അങ്ങനെയാണോ? ഇപ്പോൾ നമ്മുടെ ബന്ധത്തിൽ ആരെങ്കിലും കൊന്ന് ഒരാൾ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ പാർട്ടിക്കാരൻ ഒരാൾ കൊന്ന് അദ്ദേഹത്തിൻ്റെ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ ആ നാട്ടിലെത്തിയ ആളെ കൊല്ലാൻ വീണ്ടും നമ്മൾ ശ്രമിക്കുകയാണ്, നമ്മുടെ ആളുകൾ ശ്രമിക്കുകയാണ്, എതിർ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായി, അവിടെ കൊലപാതക പരമ്പരയാണ് നടക്കുന്നത്. ആ സ്ഥാനത്ത് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. വിദേശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറബി രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അവർ ആ കൊല തന്നെ ചെയ്യുന്നത് കൊണ്ട് ആ കൊല അവിടെ തീരുന്നു, അത് നീണ്ടുപോകുന്നില്ല, ദിവസവും കൊല നടക്കുന്നില്ല. അപ്പം അതിനാണ് ഇവിടെ പ്രാകൃതമായ രാജ്യം എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാലോ, അധികമൊന്നും കൂടുതൽ പറയണ്ട. കാരണം നമ്മുടെ പാലക്കാടുള്ള ഒരാളായിക്കോട്ടെ, തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഒരാൾ പാലക്കാട് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, അയ്യോ പാലക്കാട് നിന്നൊക്കെ വന്നിട്ട് നീ ഇവിടെ ഇത്ര വില്ലത്തര ഒപ്പിക്കാരായോ, നീ ആരാ എന്ന് ചോദിക്കും. ഇതിപ്പോൾ അതൊന്നല്ല.
നമ്മുടെ രാജ്യവും കടന്ന് അന്യരാജ്യത്ത് പോയി ഒരാളെ കൊല ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ആളുകൾക്ക് അതിൻ്റേതായ മാനവും അഭിമാനവും അവരുടെ രീതിയിൽ അവർ എങ്ങനെയായാലും ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റേതായ ശിക്ഷാവിധിയും കാര്യങ്ങളും അവർ നടത്തപ്പെടും. ആ നടത്തപ്പെടുന്നതിനെ ഒന്നുകൂടി പ്രോത്സാഹിപ്പിക്കുക എന്നല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ മറ്റൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അവരെ കുറ്റം പറയാണ്. നമ്മുടെ രാജ്യത്തു നിന്ന് ഒരാൾ അവിടെ പോയി അവിടുത്തെ ഒരു വ്യക്തിയെ കൊല്ലുന്നു. അതിനുശേഷം നമ്മൾ ആ രാജ്യത്ത് തന്നെ പ്രാകൃതമായ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പ്രാകൃതമായ ശിക്ഷാവിധികളുള്ള നാട് എന്നൊക്കെ പറഞ്ഞ് അവരെ വീണ്ടും ഇകഴ്ത്തി കാണിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരാൾക്ക് നീതി കിട്ടുക? അതൊക്കെ ആരാ ചിന്തിക്കുന്നത്? കാരണം ഇവിടെ മുസ്ലിം വിരോധം എത്രത്തോളം ആളി കത്തിക്കാൻ പറ്റുമോ അത്രത്തോളം രീതിയിൽ ആളി കത്തിക്കാനുള്ള ശ്രമമാണെന്ന് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു വടി എറിഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കാന്തപുരം ഉസ്താദ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ മൂക്കിൻ തുമ്പിലുണ്ടായിരുന്നു നമ്മുടെ മദനി. ഒരു തെറ്റും ചെയ്യാതെ, ഒരു കുറ്റപത്രം പോലും കൊടുക്കാതെ ഒരു ജീവിതം മുഴുവൻ അദ്ദേഹത്തെ ജയിലിലിട്ടു. അദ്ദേഹം പരിപൂർണമായിട്ട് അദ്ദേഹത്തിൻ്റെ ആയുസ് അവിടെ ഒടുങ്ങിയ മാതിരിയാണ്. ആ അദ്ദേഹത്തിന് ഒരു ജാമ്യമോ അല്ലെങ്കിൽ അതിനൊരു ഇടപെടലോ ഒന്നും എന്തേ ഈ കാന്തപുരം ഉസ്താദ് നടത്തിയത് കണ്ടില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി നടത്തിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം. അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാത്ത ഒരാൾ ഓടിപ്പോയിട്ട് യമനിൽ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ഇപ്പോൾ ആളുകൾ പറയുന്നത് എന്താ, ഹൂത്തിയുടെ നേതാവാണ്, ഹൂത്തിയുടെ വലിയ നേതാവാണ് കാന്തപുരം എന്ന രൂപത്തിൽ വരെ എത്തി. ഈ ഹൂത്തികളെന്താ, യമനിൽ പോലും യമൻ ഭരണാധികാരികളെ പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന യമനിലെ ഒരു വിമത സംഘമാണ് ഹൂത്തികൾ. ആ ഹൂത്തികളുടെ നേതാവാണ് കാന്തപുരം എന്ന് വരെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പറയാനുള്ള ഒരു ഇടം കൊടുത്തത് ഈ ഉസ്താദ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാം. കാരണം പല ആളുകളും ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു എന്ന് മാത്രം. ഓക്കെ.